ഹായ് സുഹൃത്തുക്കളെ, റൈറ്റ് വിഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനൽ കാണുന്ന ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ ലൈക്കോ കമൻറ്റോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി വീഡിയോയ്ക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് നമുക്ക് ആവശ്യമാണ്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നും മുതുകാട് സാറിൻ്റെ വിഷയമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഷിയാബിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. ഷിയാബ് പറയുന്ന ഒരു കാര്യങ്ങൾ കാണാനിടയായി. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഷിയാബ് പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നതൊക്കെ സത്യസന്ധമാണ്, കറക്റ്റാണെന്ന്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഷിയാബ് പറയുന്നതെല്ലാം സത്യസന്ധമാണ്? അവിടെയുള്ള അമ്മമാർ പറയുന്നതെല്ലാം കളവാണ്, പുറത്തുനിന്നുള്ള 3-4 അമ്മമാർ പറയുന്നത് ഫുള്ള് സത്യമാണ്, മുതുകാട് ചെയ്യുന്നത് മൊത്തം കുറ്റമാണ്, കുറ്റകരമായ കാര്യങ്ങളാണ് അത് നടത്തി പോകുന്നത്. പിന്നെ ടീച്ചറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അന്ന് ആ മന്ത്രിയായി നിൽക്കുന്ന സമയത്ത് ഞാനിവിടെ നിങ്ങൾക്ക് അത് കാണിക്കാം. മന്ത്രി 5 മക്കളെ അടച്ചിട്ടത് ഞാനാണ്. വിഷ്ണു എന്ന് പറയുന്ന ഇവിടെയുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ്. ആ അമ്മ പറയുന്നു, ആ അമ്മയാണ് എല്ലാ കുട്ടികളെയും. സ്വാഭാവികമായിട്ട് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. അതായത് മുതുകാട് സാർ ഒരു പക്ഷേ ഈ സ്ഥാപനം ഇനി ഞാൻ പൂട്ടിപ്പോകും, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ നിർത്തുക എന്നൊക്കെ പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മമാർ അവിടെ നിവൃത്തികേട് കൊണ്ട് ഇങ്ങനെ വന്ന് കള്ളങ്ങൾ പറയേണ്ടി വരുന്നത്. എനിക്കുണ്ടാവും 2018 ശൈലജ ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചർ അറിയാതെയാണ് എന്നെ ടീച്ചറോട് സംസാരിച്ചു എന്നും അതിൻ്റെ പേരിൽ പറഞ്ഞു വിടുന്നു എന്നും അക്കാഡമിക് ഡയറക്ടർ പറഞ്ഞത്. അത് ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണ്. കാരണം ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ശൈലജ ടീച്ചർ കേൾക്കുന്നുണ്ടെങ്കിൽ ടീച്ചറോടാണ് പറയുന്നത്. നിങ്ങളുടെ പേര് പറഞ്ഞ് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ അവൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം. ഇനി മന്ത്രിയായി നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് CP ഷിയാബ് പറഞ്ഞില്ല ഈ കാര്യങ്ങൾ? CP ഷിയാബ് ചോദിക്കുന്നത് ടീച്ചറെ വെച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ മുതുകാട് സാർ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 5 വർഷം മുമ്പ് 2018 എന്തുകൊണ്ട് ഷിയാബ് പറഞ്ഞില്ല? അന്ന് ടീച്ചർ മന്ത്രിയും കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും ഇതിനെതിരെ നല്ലൊരു ആക്ഷൻ എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യമാകുന്ന ആ നിമിഷത്തിൽ ആ സമയത്ത് പേടിയായിരുന്നു. ഇപ്പോൾ പേടിയില്ല. അമ്മമാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ സ്ഥാപനത്തിനെ എന്തെങ്കിലും ഇല്ലാതാക്കാനോ മറ്റുള്ള കാര്യത്തിനോ അല്ല ഞങ്ങൾ പറയുന്നത്. ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നതിൽ ഭയങ്കര പേടിയുണ്ട്. എന്ത് പേടി? അമേരിക്കയിലും കാനഡയിലും ഒക്കെ പോയിട്ട് മുതുകാട് ഇവരെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുകയാണല്ലോ ചെയ്യുക. അല്ലെങ്കിൽ ഷിയാബിന് ഇപ്പം എന്താ സംഭവിച്ചത്? ഇത് പറഞ്ഞപ്പോഴേക്ക് ഷിയാബിനുണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും തൊടുന്യായങ്ങൾ പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിനെ അടച്ചാക്ഷേപിച്ച് ഇല്ലാതാക്കുന്ന ആ ഒരു പ്രവണതയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഷിയാബ് ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആ അമ്മമാര് മുതുകാട് സാറ് പേടിപ്പിച്ചിട്ടാണ് അമ്മമാര് പറയുന്നത്. അമ്മമാര് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ കുട്ടികളെ പൂട്ടിട്ടത് അമ്മമാര് തന്നെയാണ്. ആ അമ്മമാര് തന്നെയാണ് പറയുന്നത് എൻ്റെ മക്കളെ പൂട്ടിട്ടത് ഞാൻ തന്നെയാണെന്ന്. അപ്പോൾ ഷിയാബ് ചോദിക്കുക, എന്തുകൊണ്ട് ആ അമ്മമാർക്ക് എന്താ പൂട്ടിടാനുള്ള റൈറ്റ്സ് എന്ന്? അപ്പൊ നമുക്കറിയാം നമ്മളെ വാതിലുള്ള ഒരു രീതിയിലുള്ളതല്ല അവര് ആ പല കാര്യത്തിലും ഡിസബിൾ ആയിട്ടുള്ള കുട്ടികളാണ്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ അങ്ങനെയാണ്. അത് നമുക്ക് കണ്ടാലേ മനസ്സിലാവും അവരെ കുറിച്ച്. ഷിയാബിന്റെ മാതിരിയല്ല. അംഗവൈകല്യം മാത്രമല്ല, ആ ഒരു അംഗവൈകല്യം അല്ലെങ്കിൽ ഒരു കാലില്ലാത്ത അല്ലെങ്കിൽ കൈയില്ലാത്ത ഒരു രീതി മാത്രമല്ല, അവരുടെ ചിന്താശേഷി ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരിലുള്ള ഒരു കല, ആ കലയെ ആ അഭിരുചിയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സ്ഥാപനമാണിത്. അപ്പൊ അവിടെ വയലന്റ് ആയി നിൽക്കുന്ന സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതിനെ ഒക്കെ ഇത്ര രീതിയിൽ വക്രീകരിച്ച് കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല. ഇവര് പറയുന്നതെല്ലാം കറക്റ്റാണ്, ഇവര് സത്യസന്ധരാണ്. അങ്ങനെയാണെങ്കിൽ 5 വർഷം കഴിയേണ്ടിയിരുന്നോ ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ? 5 വർഷത്തിന് ശേഷമാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയേണ്ടത്? ആ സമയത്ത് തന്നെ ഷിയാബ് ഇത് പറയേണ്ടിയിരുന്നു, പുറത്ത് പറയേണ്ടിയിരുന്നു. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇന്നത്തെ യൂട്യൂബുകൾ മാത്രമല്ലായിരുന്നു ഉണ്ടാവുക. ആ സമയത്ത് തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ പറയായിരുന്നെങ്കിൽ ഈ യൂട്യൂബുകൾ മാത്രമല്ല ഉണ്ടാവുക, പൊതുജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടാവും. ഈ ഭരിക്കുന്ന പാർട്ടി തന്നെ, ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ തന്നെ ഇതിനെതിരെ അതിന്റെ ഗുരുതരമായ ആരോപണം, ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നേരം
അത് നിയമത്തിന്റെ മുന്നിലേക്ക് വരും. ഇല്ല. അപ്പോൾ ആ നിയമത്തിന്റെ മുന്നിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. എന്തായി? ഇവർക്ക് എന്തെങ്കിലും തകർക്കാൻ സാധിച്ചോ? ഇല്ല. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മുതുകാട് എന്ന് പറഞ്ഞ ആളെ ഇല്ലാതാക്കുക, അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ നിന്നും പിന്നെ പിന്തിരിപ്പിക്കാനാണ് ഈ ഒരു സ്ഥാപനം ഇല്ലാതാക്കാനുള്ള ഈ ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന്റെ അടുത്ത് വില പോവില്ല. അദ്ദേഹം ഇത് എവിടുന്നാണ് നിങ്ങൾ പറയുന്നത് ചെവി കൊണ്ടിട്ട് പോലുമില്ല. അദ്ദേഹം ഇതൊക്കെ ഒഴിവാക്കി കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ ഫസ്റ്റ് ടൈമിൽ തന്നെ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് വന്നോളൂ, സന്ദർശിച്ചോളൂ, കാര്യങ്ങൾ നേരിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് അദ്ദേഹം ഇവരൊക്കെ എല്ലാരെയും വെല്ലുവിളിച്ച്, നമ്മൾ ഓരോരുത്തരെയാ വെല്ലുവിളിച്ചത്. നമ്മൾ ഓരോരുത്തരും പോയി നോക്കാൻ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ആ സത്യാവസ്ഥ അറിയാനുള്ള നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ ഇവർ പറയുന്ന ഈ ഒരു സ്ഥാപനത്തിനെ ഇല്ലാതാക്കുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇവരൊപ്പമല്ല നമ്മൾ നിൽക്കേണ്ടത്. മുതുകാട് സാറിനൊപ്പമാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടത്. ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓരോ നിമിഷത്തിലും തകർന്നടിയുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന് ഇല്ലായ്മ ചെയ്യുന്ന ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ലോകത്തിന് വരെ മാതൃകയാണ്. കാരണം അത്രയ്ക്കും ഫെസിലിറ്റി കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥാപനത്തിന് ആ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരിക, അവരുടെ അച്ഛനമ്മമാർക്കും ഒക്കെ ഒരു തണലായ ആ കുട്ടികൾ മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തണലായിട്ടും അവരുടെ ഒരു സാമ്പത്തിക സ്രോതസ്സായിട്ടും മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ കാര്യമാണ്. എനിക്കോ ഈ കണ്ടു നിൽക്കുന്ന നിങ്ങൾക്കോ ചിലപ്പോൾ സാധിക്കാം. പക്ഷേ അങ്ങനത്തെ ആ കുട്ടികൾ ഉണ്ടായ അമ്മമാർക്കും അച്ഛന്മാർക്കും അതിൻ്റെ ആ കാര്യങ്ങൾ അറിയാം. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തിനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ അവർ വളർന്നു വരുന്നേരം അതിൻ്റെ അസൂയയും കുശുമ്പും അതിൽ തന്നെ വ്യക്തമായിട്ട് ആ അമ്മമാർ പറയുന്നുണ്ട്, CP ഷിഹാബിന്റെ അനിയന്റെ ആ ഒരു കാരണത്താലാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, എനിക്കെന്ത് ഈ ഷിഹാബും മറ്റ് 4 അമ്മമാരും ഒക്കെ പറയുന്നത് വെറും സത്യം മാത്രം, മുതുകാട് പറയുന്നത് മൊത്തം നുണ, മുതുകാടിൻ്റെ ഒപ്പമുള്ള അവിടെയുള്ള അമ്മമാർ പറയുന്നത് മൊത്തം നുണ, അത് മുതുകാട് പേടിച്ച് പറിച്ചിട്ട് ഇവർ മുള്ളാനായി പോയിട്ടാണ് ഇവർ പറയുന്നത്. എന്താണ് ഇവരൊക്കെ പറയുന്നത്? ഇതൊക്കെ ആരാണ് വിശ്വസിക്കുക? മുതുകാട് അവരെ പേടിപ്പിച്ച് നിർത്തിയിട്ടാണല്ലോ ഈ അമ്മമാരോട് പറയുന്നത്. ഏത് കാലത്താണ് ഇവർ രാജവാഴ്ചയാണോ ഇവിടെ നടക്കുന്നത്? എന്താണ് ഇവരൊക്കെ പറയുന്നത്? ഷിഹാബ് 5 വർഷം പേടിച്ച് കുറച്ച് മുതുകാടിന് മുതുകാട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ മുതുകാട് ഒന്നും അല്ലാണ്ടായി. പക്ഷെ എന്താണ് ഇത്? ആരാണ് വിശ്വസിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ പൊട്ടം കളിപ്പിക്കുന്നത്? ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ കൊടുക്കാൻ പറ്റുമോ? നിന്റെ അനിയന്റെ ഈ ഒരു ഇതാണെന്നും പറഞ്ഞിട്ട് ഇല്ല. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ആ സ്ഥാപനം കൊടുക്കുക. ഏതൊരു സ്ഥാപനമാണെങ്കിലും ആ ഒരു രീതിയിലാണ് കൊടുക്കുക. അല്ലെങ്കിൽ അതൊരു വേണ്ടാത്ത ഒരു രീതിയിലേക്ക് പോകും. മോശമായ ഒരു രീതിയിലേക്കായിരിക്കും അത് എത്തപ്പെടുക. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടത് അവിടെ നിന്ന്. അപ്പോൾ ആ പറഞ്ഞു വിട്ടതിൻ്റെ ഒരു ദേഷ്യത്തിലും ആ സ്ഥാപനത്തിനെതിരെ വീണ്ടും എടുക്കാത്ത ആ ഒരു രീതിയിലുള്ള ആ ഒരു പ്രശ്നത്തിലേക്കും എത്തിച്ച് ഈ സ്ഥാപനത്തിന് ഇല്ലായ്മ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്കാണ് ഇവർ കൊണ്ടെത്തിക്കുന്നത്. അതൊന്നും ഇവിടെ വില പോവില്ല. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കും. ജനങ്ങൾക്ക് ഇതറിയാം. ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. അവിടുത്തെ അമ്മമാരെ വോയിസും നിങ്ങൾ കാണുന്നില്ല, അവിടുത്തെ അമ്മമാരുടെ വീഡിയോസും നിങ്ങൾ കാണുന്നില്ലേ? അതും കാണണം, ഇവർ പറയുന്നതും കാണണം. ഇവരുടെ മക്കളെ ഇവിടെ കൊണ്ടിട്ട് ഇവർക്ക് വിദേശത്തും അവിടെ ഇവിടെയും പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ ഹാലാണ് ഇവർ ഈ തീർക്കുന്നത്. അതിലൊന്നും യാതൊരു കാര്യമില്ല. അപ്പം ഇങ്ങനെ വരുന്ന നല്ലൊരു സ്ഥാപനത്തിനെ തകർക്കാനും തരിപ്പണമാക്കാനും നോക്കുന്ന ഈ ഒരു പ്രവണത നമ്മൾ വെച്ച് പൊറുപ്പിക്കില്ല. ഇനി ആരായാലും എന്ത് വീഡിയോ ഇട്ടുണ്ടെങ്കിലും അതിനെതിരെ നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ഒരാളാണെങ്കിൽ ഇപ്പം യൂട്യൂബുകളികളൊന്നും വീഡിയോ ഇടുന്നില്ല, വീഡിയോ കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്താ ഒന്നും നടക്കുന്നില്ലേ? ഇവർ പെയ്ഡ് പ്രൊമോഷനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് ഇവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. പക്ഷെ ഇവർ ഉദ്ദേശിച്ച കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല.
മുതുകാട് സാർ ഹാലിളകി എല്ലാം കൂടി ഇങ്ങ് വരും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഇവര് ഉദ്ദേശിച്ചതൊന്നും നടന്നില്ല. അതാണ് ഇവർക്കിപ്പോ ചുരുക്കത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇവര് എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നില്ല. ആ സ്ഥാപനത്തിനെ തകർക്കാനോ ആ സ്ഥാപനത്തിന് ഇല്ലായ്മ ചെയ്യാനോ സാധിച്ചില്ല. മറ്റുള്ള അമ്മമാരുടെ ശാപം മാത്രമായി മാറി ഇവർക്ക് ഇപ്പോൾ ഇത്. എന്താണ് അത്രയും രീതിയിൽ ഒരുപാട് കുട്ടികളെ 195 കുട്ടികൾ ഇപ്പോൾ അവിടെ ആ സ്ഥാപനത്തിലുണ്ടെന്നാണ് നമ്മൾ കേട്ടറിവ് വെച്ചിട്ടുള്ളത്. കണ്ടറിഞ്ഞിട്ടില്ല, നമ്മൾ അവിടെ പോയിട്ടുമില്ല. അപ്പൊ ആ 195 മക്കൾക്കും ആ മാതാപിതാക്കളും നല്ല രീതിയിൽ അവിടെ പോകുന്നവരോ ഒരു 3-4 ആൾക്കാർക്ക് ഉള്ള പ്രശ്നമാണ് ഇപ്പൊ ഇവിടെ ഇവർ എടുത്തു കാണിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്കറിയാം ഇതൊരു പൊള്ളത്തരമായിട്ടുള്ള കാര്യങ്ങളാണ്, പൊള്ളത്തരം മാത്രമാണിത്, ദുരാരോപണമാണെന്ന് അതിൽ കൂടെ തന്നെ നമുക്കതിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പൊ ഇത്രയും നല്ലൊരു സ്ഥാപനം കൊണ്ടുപോകുന്ന അദ്ദേഹം എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. ഒരു സ്ഥാപനം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അതും ഇങ്ങനെ ഉള്ളൊരു കുട്ടികളെ വെച്ചിട്ട് ഒരു സ്ഥാപനം മുന്നോട്ട് നടത്തിക്കൊണ്ടുപോവുക, അത് ഇത്രയും വർഷകാലമായി നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് തന്നെ നമുക്ക് വലിയൊരു കയ്യടി അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു നല്ല മനസ്സിനെ നമ്മൾ എന്തിനാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത്? ഇത്തരം ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കൊക്കെ ഒരുപാട് അത്താണിയും ഉയർച്ചയിലേക്കുള്ള വഴിത്തിരിവായി മാറട്ടെ ഈ ഒരു സ്ഥാപനം എന്ന് ആശംസിച്ചുകൊണ്ടും മുതുകാട് സാറ് ഇങ്ങനത്തെ ഈ ഒരു ഇവരുടെ കെട്ടുകഥകളിലും ഇവരുടെ ഈ ദുരാരോപണങ്ങളിലും മനപ്രയാസം പെടാതെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആ നന്മ മുന്നോട്ട് പോകട്ടെ എന്നും അതിന് യാതൊരുവിധ കോട്ടവും തട്ടാതെ ആ സ്ഥാപനത്തിനെ വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് എത്തിക്കാനും ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ നിന്നും ഇതേമാതിരിയുള്ള ഒരുപാട് കുട്ടികൾ മാതാപിതാക്കൾക്ക് ഒരു അത്താണിയായി മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുന്നു.